ഹമാസ് രാഷ്ട്രീയകാര്യ മേധാവി ഇസ്മായിൽ ഹനിയയുടെ കൊലപാതകത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്നു. ഇറാൻ തലസ്ഥാനമായ തെഹ്റാനിലെ വസതിയിൽ വെച്ചാണ് ഹനിയയെ കൊല്ലപ്പെട്ടത്. ഇസ്രായേലാണ് കൊലപാതകത്തിന് പിന്നിലെന്ന് ഹമാസ് വ്യക്തമാക്കി. ഇറാനും ഇത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഹനിയയുടെ ജീവത്യാഗം വെറുതെയാവില്ലെന്ന മുന്നറിയിപ്പും ഇറാൻ വിദേശകാര്യ വക്താവ് നൽകിയിട്ടുണ്ട്. ഹനിയയുടെ രക്തസാക്ഷിത്വം ഇറാനും പലസ്തീനും അവിടുത്തെ ജനതയും തമ്മിലുള്ള ബന്ധത്തിന്റെ ആഴം വർദ്ധിപ്പിക്കുമെന്ന് വക്താവ് പറഞ്ഞു. തെഹ്റാനിൽ ഹനിയയും സംഘവും താമസിച്ചിരുന്ന കെട്ടിടത്തിന് നേരെയാണ് കഴിഞ്ഞ ദിവസം ആക്രമണമുണ്ടായത്. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാൻ ചൊവ്വാഴ്ചയാണ് ഹനിയ ഇറാനിലെത്തിയത്. ബുധനാഴ്ച പുലർച്ചെയായിരുന്നു ഹമാസ് നേതാവ് താമസിച്ചിരുന്ന കെട്ടിടത്തിന് നേരെ ആക്രമണമുണ്ടായത്. ആക്രമണത്തിൽ ഹനിയയും അംഗരക്ഷകനും കൊല്ലപ്പെട്ടു. ഇസ്രായേലുമായുള്ള ചർച്ചകൾക്ക് നേതൃത്വം വഹിക്കുന്നയാളെന്ന നിലയിൽ ഹനിയയുടെ കൊലപാതകം നിലവിൽ നടക്കുന്ന വെടിനിർത്തൽ ചർച്ചകളെ പ്രതികൂലമായി ബാധിക്കുമെന്നത് ഉറപ്പാണ്. ഹനിയയുടെ കൊലപാതകം ഭീരുത്വ പ്രവൃത്തിയാണെന്നും ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്നും ഹമാസിന്റെ മുതിർന്ന നേതാവ് മൂസ അബു മർസൂഖ് പറഞ്ഞു. 2023 ഒക്ടോബർ 7 ഇസ്രായേലിൽ ഹമാസ് നടത്തിയ ആക്രമണത്തിന് പിന്നാലെ ഹനിയയെ വധിക്കുമെന്ന് ഇസ്രായേൽ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ഹനിയ കൊല്ലപ്പെട്ടതിനെക്കുറിച്ച് ഇസ്രായേൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. സാധാരണ ഇസ്രായേലിന്റെ രഹസ്യാന്വേഷണ വിഭാഗമായ മൊസാദ് ഇത്തരം കാര്യങ്ങളിൽ പ്രതികരിക്കാറില്ല. ഹനിയയുടെ കൊലപാതകം മേഖലയിലെ സംഘർഷം അതിരൂക്ഷമാക്കുമെന്നാണ് വിദഗ്ധരുടെ ഉൾപ്പെടെ വിലയിരുത്തൽ. ഇനി എന്ത് സംഭവിക്കുമെന്ന ആശങ്കയിലാണ് ലോകം. ഇറാൻ ശക്തമായി തിരിച്ചടിക്കുമെന്ന് തന്നെയാണ് വിലയിരുത്തൽ. മരണത്തിന് പിന്നാലെ ഇറാൻ അത് പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഹനിയയുടെ മരണം അപ്രതീക്ഷിതമല്ലെന്നാണ് ഖത്തർ സർവകലാശാലയിലെ അധ്യാപകനായ ഹസൻ ബരാരി അൽ ജസീറയോട് പറഞ്ഞത്. ഇറാന്റെ പ്രഖ്യാപിത നയമാണത്. ഗാസയിലും പുറത്തും ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ടിട്ടുണ്ടെന്ന് നെതന്യാഹു തന്നെ പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. പ്രഖ്യാപനം വളരെ വേഗത്തിൽ തെഹ്റാനിൽ വെച്ച് ഇസ്രായേൽ നടപ്പിലാക്കിയെന്ന് മാത്രം. ഇത് ഇറാനും മറ്റുള്ളവർക്കും ഒരു സന്ദേശമാണ്. ഇസ്രായേൽ യുദ്ധം തുടരുമെന്ന സന്ദേശം, ഹസൻ ബരാരി പറഞ്ഞു.